ഞാനും ചേച്ചിയുടെ മോളും കൂടെ ഒരു ക്ഷണം സ്വീകരിച്ചിട്ട് ഞങ്ങള് ഒബ്റോൺ മാളിൽ പോയായിരുന്നേ. അപ്പോൾ ഞങ്ങള് ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ മലയാളി മങ്ക അങ്ങനെ പരിപാടികളൊക്കെ. പക്ഷെ നേരിട്ട് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ട്ടോ. അപ്പോൾ ഒത്തിരി ആളുകളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങള് കുറച്ച് സമയങ്ങൾ മാത്രമേ അവിടെ ഇരുന്നുള്ളൂ. കുറേ സമയം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 2 പേരും മാത്രമായിരുന്നല്ലോ. അപ്പോൾ വീട്ടിലേക്കൊക്കെ വരുമ്പോൾ വരാൻ വൈകിയാലോ. യൂബറൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. തിരിച്ച് വന്നപ്പോഴും ഞങ്ങള് യൂബറിനാണ് പോകുന്നത് ട്ടോ. കുറേ സമയങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര രാത്രിയായാലോ നമുക്ക് പോകാം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴും പരിപാടികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല ട്ടോ. ഒത്തിരി നല്ല പ്രോഗ്രാമായിരുന്നു. അവര് ഒത്തിരി പ്രാക്ടീസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവര് ഈ സ്റ്റേജിലേക്ക് എന്താ പറയാ ഓരോരുത്തരും അണിഞ്ഞൊരുങ്ങി വന്ന് നിന്നത് ട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് നല്ല രീതിയിലൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്ത് എന്ത് ഭംഗിയുള്ള പെൺകുട്ടികളൊക്കെയാണ്. കല്യാണം കഴിഞ്ഞവരൊക്കെയാണ് ട്ടോ കൂടുതലും ഇതിനകത്തൊക്കെ ഉള്ളത്. അവസാനം അവര് ഓരോരുത്തരും അവര് പറഞ്ഞ ഓരോ കാര്യങ്ങളും പറഞ്ഞ് നമ്മള് പെണ്ണാണെന്നും പറഞ്ഞ് മാറിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളും നല്ല രീതിയിലേക്ക് നമ്മൾ തന്നെ ആലോചിച്ച് നമ്മുടെ ഓരോ എന്താ പറയണ നമ്മുടെ കഴിവുകളെല്ലാം നമ്മൾ എവിടെയാണെങ്കിലും നമ്മളത് പ്രകടമാക്കണം എന്നൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ അവർ പറയുകയുണ്ടായി ട്ടോ. അപ്പം അതെല്ലാം കേട്ടപ്പോൾ ഒത്തിരി പേരെല്ലാം വളരെ നിറഞ്ഞ മനസ്സോടെ കയ്യടിയൊക്കെ കൊടുത്തു. കൂടുതലും മലയാളികൾ എവിടെ ചെന്നാലും അങ്ങനെ കയ്യടിയൊക്കെ പാസ്സാക്കാനൊക്കെ ഇച്ചിരി മടി കാണിക്കുന്നവരാണ്. പക്ഷേ ഈ പരിപാടിയിൽ എല്ലാവരും തന്നെ കൈയടിക്കുന്നുണ്ടായിരുന്നു. കയ്യിൽ ഫോണുള്ളവർ ചിലവരെല്ലാം ഫോൺ താഴ്ത്തി വെച്ചിട്ട് കൈയടിക്കുന്നുണ്ടായിരുന്നു ട്ടോ. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നല്ല രീതിയിലൊക്കെ നമ്മളുടെ മുമ്പിൽ വന്ന് അവരെങ്ങനെയൊക്കെ അവതരിപ്പിക്കുമ്പോഴും നല്ല നല്ല നമുക്ക് എന്താ മനസ്സിനിണങ്ങിയ രീതിയിലുള്ള ഡാൻസും എല്ലാമായിരുന്നല്ലോ. അപ്പോൾ അവര് എന്തുമാത്രം കഷ്ടപ്പെട്ട് അത് അങ്ങനെയൊക്കെ ഈ സ്റ്റേജിൽ വന്ന് കളിക്കുവാൻ അവസരം കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ കാണികൾ എന്താ ചെയ്യുന്നത് അവർക്ക് നല്ലൊരു പ്രോത്സാഹനമായിട്ട് കൊടുക്കാനുള്ളത് കയ്യടിയാണല്ലോ. അപ്പം നമ്മളൊരു നല്ല രീതിയിൽ അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനൊരു പരിപാടി അങ്ങനെ കാണാറില്ലല്ലോ. പണ്ട് കാലത്തൊക്കെ എന്താ പറയുക ഞാൻ സ്റ്റേജിലൊക്കെ കളിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ എന്താ ഡാൻസ്, പാട്ട്, മിമിക്രി, മോണോ ആക്ട് ഇതെല്ലാം ഞാൻ കാണാനൊക്കെ പോകുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു. പിന്നെ വർഷങ്ങളായിട്ട് പിന്നെ ഞാനെങ്ങും അങ്ങനെ പോകുന്നില്ല. അതുപോലെ ഒന്നും ഈ പരിപാടി ഒട്ടും ഞാൻ തന്നെ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒത്തിരി പെൺപിള്ളേര് അവരെന്തുമാത്രം അണിഞ്ഞൊരുങ്ങി നല്ല രീതിയിലൊക്കെ വരുന്നതാണ്. അപ്പോൾ അവര് പറയുന്നുണ്ട് ഞങ്ങള് ഓരോരുത്തരും ഇങ്ങനെ ഡോക്ടർമാരുണ്ടായിരുന്നു. അതുപോലെ പല പല എന്താ പറയുക അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ജോലികളൊക്കെ ഉള്ളവരും കാര്യങ്ങളും പഠിത്തവും എല്ലാം ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, പഠിച്ചു കഴിഞ്ഞവരുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഇതിനകത്തേക്ക് കൂടുതൽ താല്പര്യത്തോടെ വന്ന് ഒത്തിരി പ്രാക്ടീസൊക്കെ ചെയ്ത് നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവര് ഈ സ്റ്റേജിൽ വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ തന്നെ അവരുടെ കഴിവുകൾ വളരെ വലുതാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഓർത്തത് എന്നാൽ നമുക്കിങ്ങനെ യൂട്യൂബിലേക്കൊന്ന് ഇടാമെന്ന് ഞാൻ കരുതിയത്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ചില ഭാഗങ്ങളൊക്കെ മാത്രമേ ഞാൻ ഫോട്ടോ എടുത്തുള്ളൂ ട്ടോ. കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ എടുക്കാതെ നിന്നു. കാരണം വേറൊന്നുമല്ല എൻ്റെ കയ്യിൽ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വീഡിയോ പിടിക്കാനൊക്കെ ഞാൻ കുറച്ചൊക്കെ എന്താ പറയുക നിന്നൊക്കെയായിരുന്നു കൂടുതലും പരിപാടി കണ്ടിരുന്നത്. കുറച്ച് കസേരകളിലൊക്കെ എല്ലാവരും ഇരിക്കുന്നുണ്ടായി. കാരണം എന്തുമാത്രം ജനങ്ങളാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ പെട്ടെന്നുള്ള അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ലല്ലോ. നിന്ന് കാണാനൊക്കെ താല്പര്യത്തോടെയൊക്കെ കാണുക. കുറച്ചാളുകളൊക്കെ ഇരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ. എങ്കിലും ഞാൻ വിചാരിച്ചു പരമാവധി എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ നല്ല കയ്യടിയൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മോള് പറഞ്ഞ് ഞാനിത് നേരത്തെ കണ്ടിട്ടുണ്ട് ആൻറ്റി ഇപ്പോഴാണോ കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതേന്ന് പറഞ്ഞു. എങ്കിലും അവള് പറഞ്ഞു ആൻറ്റിക്ക് കാണാനൊക്കെ പറ്റിയല്ലോ എന്തായാലും. അപ്പം നമുക്ക് കുറച്ച് സമയവും കൂടിയൊക്കെ ഇരിക്കാം. എന്നിട്ട് ഭയങ്കര രാത്രിയാവണേക്കുമ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഇവർക്ക് ആർക്കാണ് സമ്മാനം കിട്ടിയതെന്നൊന്നും കാണാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. കാരണം എന്താണെന്നറിയാമോ? ഇനി രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകൾ ഓർത്തിട്ടാണ്. യൂബറിനാണെങ്കിലും അങ്ങനെ വലിയ ശീലങ്ങളൊന്നുമില്ലല്ലോ. കുറേ രാത്രിയൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമാണ്. ഞാനും അവളും മാത്രമായതുകൊണ്ടാണ് ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞത് നമുക്ക് അധിക സമയം ചെലവഴിക്കേണ്ട പോകാമെന്നൊക്കെ പറഞ്ഞത്. എന്തായാലും കണ്ടിട്ട് പിന്നെയും കാണാൻ തോന്നുന്ന പരിപാടികളൊക്കെ ആയിരുന്നു ട്ടോ. പിന്നെ ഞങ്ങൾ
പുറത്ത് വന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ചായിരുന്നു. പിന്നെ അത്യാവശ്യം പപ്സൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ വന്നപ്പോൾ നമുക്കൊന്നും കഴിക്കേണ്ടി വന്നില്ല. ഏതായാലും അല്ലെങ്കിൽ ഒത്തിരി സമയങ്ങളൊക്കെ പോകുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ പോന്നായിരുന്നു. ഭയങ്കര ത്രില്ലിലായിരുന്നു അന്നത്തെ ദിവസം. എന്തെല്ലാം കാഴ്ചകൾ ഇതെല്ലാം കാണാനൊക്കെ സാധിച്ചല്ലോ. ഒത്തിരി എവിടെ നിന്നൊക്കെ വരുന്ന ആളുകളാണ്. തിരുവനന്തപുരം അങ്ങനെ അങ്ങനെ ഓരോ സ്ഥലങ്ങൾ അവർ ലാസ്റ്റ് പരിചയപ്പെടുത്തിയായിരുന്നു. അവർ പറഞ്ഞായിരുന്നു ഞങ്ങൾ ഇന്നതിന് പഠിക്കുന്നു, ഡോക്ടറാണ്. പിന്നെ അത് ഓരോരോരോ കാര്യങ്ങൾ ഓരോരുത്തരായിട്ട് പറയുകയുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു അവരുടെ പരമാവധി കഴിവുകൾ ഇതിനകത്തേക്ക് അവർ പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നെ നല്ല രീതിയിൽ നമ്മളെല്ലാവരും മാറി നിൽക്കരുത്, സ്ത്രീകളാണെന്നും പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും തന്നെ പല പല കഴിവുകളുള്ളവരാണ്. അത് കൂടുതലും എന്താ പറയുക, ആരും പുറത്തേക്ക് കാണിക്കാതെ ഒതുങ്ങിക്കൂടുന്ന അവസ്ഥയിൽ നിന്നും എല്ലാവരും തന്നെ ഇറങ്ങണം. ആരും മാറി നിൽക്കരുത് എന്നാണ് പറയുന്നത്. നമ്മൾ തന്നെ സ്വയം നമ്മളെ എന്താ പറയുക, എൻ്റെ കഴിവുകളുള്ളത് ഞാൻ എന്തിനു മാറ്റിവെക്കണമെന്ന് കാണിച്ചുകൊണ്ട് ഓരോ പരിപാടിയിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മളെ കാണാനും കേൾക്കാനും അറിയാനും അനുഭവിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത്. ആ അനുഭവങ്ങൾ വളരെയേറെ വിലപ്പെട്ടതാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ ഇതുപോലും ഒരിക്കലും എന്നിലെ കഴിവുകൾ എന്തെന്നോ എനിക്കിങ്ങനെ കഴിവുണ്ടെന്നോ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവരോരോരുത്തരും ഇവരുടെ ജീവിതാനുഭവ കഥകളിലൂടെയും സംസാരത്തിലൂടെയും എനിക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ അവിടെ കൂടിയിരുന്ന എല്ലാവരും പരസ്പരം പിറുപിറുത്ത് പറയുന്നുണ്ടായിരുന്നു. അവരെത്രയോ നല്ല ഇതായിട്ട് അഭിനയിക്കുന്നു, പറയുന്നു, കളികളിലൊക്കെ ഏർപ്പെടുന്നു. നമ്മളെപ്പോലുള്ള മണ്ടികളാണെന്നൊക്കെ പറയണ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച് അവരവരുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ മനസ്സിൽ ഒതുക്കി കൂട്ടിയിരിക്കുന്ന അനേകമായിരം ആളുകൾ അവിടെ ഉണ്ടായിരുന്നെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് നല്ലൊരു പരിപാടികളായതുകൊണ്ട് എല്ലാവരും തന്നെ വന്നും പോയൊക്കെ കാണുകയും അതേപോലെ ഒത്തിരി സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ